ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും പാത്തുസ്കാർ വീട്ടിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? നോമ്പൊക്കെ നല്ല റാഹത്തായിട്ട് പോകുന്നില്ലേ? എത്ര പെട്ടെന്നല്ലേ നമ്മൾ നോമ്പൊക്കെ ഇങ്ങനെ തീരുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഇഫ്താർ നോമ്പ് തുറ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത് അബുദാബിയിലുള്ള ഏറ്റവും വലിയ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലോട്ടാണ് ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. നമ്മളിപ്പോൾ ഒറ്റക്കല്ല കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കൂടെ ഇക്കാടെ സിസ്റ്ററിൻ്റെ മകനും അതേപോലെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ദുബായിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് അബുദാബിയിലേക്ക്. അതുപോലെ തന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. UAE വൺ ഓഫ് ദ മോസ്റ്റ് ടൂറിസ്റ്റ് വിസിറ്റഡ് പ്ലേസ് കൂടിയാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. UAE ആര് വന്നാലും ഗ്രാൻഡ് മോസ്ക് കാണാതെ തിരിച്ചു പോകില്ല എന്നതാണ് സത്യം. അതിമനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഒരു ഗ്രാൻഡ് മോസ്ക്. എല്ലാവിധ മതവിഭാഗങ്ങളിൽപ്പെടുന്ന 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടെ പള്ളി സന്ദർശിക്കാനും നിസ്കരിക്കാനുമായിട്ട് വരുന്നത്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ള ഗാർഡൻ അതേപോലെ പൂളും നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സ്ത്രീകൾക്കായിട്ട് പള്ളിയിൽ കയറുകയാണെങ്കിൽ അവർക്ക് ഫുൾ കവേർഡായിട്ടുള്ള വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ട്. കോവിഡിൻ്റെ മുന്നായിട്ട് നമുക്കിവിടെ സ്ത്രീകൾക്കായിട്ട് മാത്രം ഫുൾ കവേർഡായിട്ടുള്ള വസ്ത്രം അവർ നമുക്ക് തരാറുണ്ട്. അത് ധരിച്ചിട്ട് വേണം സ്ത്രീകൾക്ക് പള്ളിയുടെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ. ഇഫ്താർ സമയത്ത് നമുക്ക് നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് പള്ളിയുടെ എല്ലാ ഭാഗവും നമുക്ക് കാണുകയും ചെയ്യാം. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. കുറേ ആൾക്കാരൊക്കെ അതേപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് UAEയുടെ പാരമ്പര്യമായിട്ടുള്ള പീരങ്കി മുഴക്കിക്കൊണ്ടാണ് മൈരീപ്പി ഭാഗം കൊടുക്കുന്നതും നോമ്പ് തുറക്കുന്നതും. ഈ ഭാഗത്തായിട്ട് എല്ലാവർക്കും ഇഫ്താറിനുള്ള ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഫാമിലിക്കും അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇഫ്താർ കഴിക്കാനായിട്ട് സീറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ബോക്സിലായിട്ടാണ് ഓരോരുത്തർക്കും ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ നോമ്പ് തുറക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ ജാതി മതഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും നീണ്ട വരികളിൽ ഒരുമിച്ചിരുന്ന് ശാന്തമായ മനസ്സോടെ പ്രാർത്ഥനയോടെയാണ് ഇവിടെ എല്ലാവരും നോമ്പ് തുറക്കുന്നത്. ദിവസവും 35,000 പേർക്കാണ് ഇവിടെ ഇഫ്താർ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ ഓരോ ബോക്സിലായിട്ടാണ് എല്ലാവർക്കും ഇഫ്താർ ഒരുക്കിയിട്ടുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മനോഹരമായ പള്ളിയിലിരുന്ന് എല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ കിറ്റിൽ മട്ടൻ്റെ മന്തി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സാലഡ്, വെജിറ്റബിളിൻ്റെ കറി, ഡേറ്റ്സ്, ഫ്രൂട്ട്സ്, വെള്ളം, ജ്യൂസ്, അതുപോലെ ലെബനപ്പ്. ഇനി എന്ത് വേണം നമുക്ക്? ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. എല്ലാവരും തന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ട് സമയമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UAEയുടെ പാരമ്പര്യമായിട്ടുള്ള പീരങ്കി മുഴക്കിക്കൊണ്ടാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതും നോമ്പ് തുറക്കുന്നതും. പീരങ്കി മുഴക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ബാങ്ക് കൊടുക്കും. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. അധികം എരിവൊന്നും ഇല്ലാത്ത, അതേപോലെ തന്നെ അധികം മസാലപ്പൊടിയൊന്നും ചേർക്കാത്ത നല്ലൊരു റൈസായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പേർക്ക് തന്നെ ഇത് കഴിക്കാനായിട്ട് ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ബോക്സും കൂടി നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ.
ഇത് തന്നെ നമുക്ക് കഴിക്കാൻ തന്നെ പറ്റാണ്ട് നമ്മളിത് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ തന്നെ നിന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ട് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയി, സ്ത്രീകളൊക്കെ അത് അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാനുണ്ടായത്. അപ്പോൾ അതാ നമ്മൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഇവിടെ ക്ലീൻ ചെയ്യുന്നത് എത്ര വേഗത്തിലാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്. ഇനി അടുത്ത സെക്ഷൻ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇനി അത്താഴം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. ദുബായിൽ എത്താനുള്ളത് കൊണ്ടും നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇഫ്താർ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.